ഈ സിനിമ എന്നെക്കൊണ്ട് ചിരിപ്പിച്ചു, കരയിപ്പിച്ചു, കൈയടിപ്പിച്ചു. റോന്ത് എന്ന സിനിമയെപ്പറ്റി എനിക്ക് നിർത്താതെ ഒരുപാട് പറയണമെന്നുണ്ട്. അത്രയ്ക്കധികം എന്നെ ഈ സിനിമ ഇൻഫ്ലുവൻസ് ചെയ്തു. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇതൊരു അമേസിങ് സിനിമ എക്സ്പീരിയൻസ് ആണ്. അത് നമ്മളുടെ കൂടെ കുറേ നാൾ ഇനി ഉണ്ടാവുകയും ചെയ്യും. ആദ്യം തന്നെ ഈ സിനിമ നിങ്ങൾക്ക് ഉള്ളതാണോ എന്ന് നമുക്ക് നോക്കാം. ഷാഹി കബീറിൻ്റെ തന്നെ നായാട്ട്, ഇലവിഴ പുഞ്ചിറ, ഓഫീസർ ഓൺ ഡ്യൂട്ടി പോലുള്ള സിനിമകൾ നിങ്ങൾക്ക് ഇഷ്ടമാണ്, നിങ്ങളത് കണ്ട് എൻജോയ് ചെയ്തിട്ടുള്ള ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ സിനിമ കണ്ടിരിക്കണം. അതുപോലെ തന്നെ റിയലിസ്റ്റിക് ഇൻസിഡൻസ് അല്ലെങ്കിൽ സംഭവങ്ങളെ ബേസ് ചെയ്തിട്ടുള്ള സിനിമ കാണുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ, അങ്ങനെ ഒരു മൂവി എക്സ്പീരിയൻസ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അപ്പോഴും നിങ്ങൾക്ക് ഈ സിനിമ തീർച്ചയായിട്ടും കാണാം. ഇനി ഇതൊന്നും അല്ലെങ്കിലും ദിലീഷ് പോത്തൻ്റെയും റോഷൻ മാത്യുവിൻ്റെയും പെർഫോമൻസ് കാണാനായിട്ടാണെങ്കിലും നിങ്ങൾക്ക് ഈ സിനിമ കാണാം. പക്ഷേ റിയാലിറ്റിയിൽ നടക്കുന്ന സംഭവങ്ങൾ നിങ്ങളെ അഫക്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ടെങ്കിൽ, ഉദാഹരണത്തിന് സൂയിസൈഡ്, ഡൊമസ്റ്റിക് വയലൻസ്, ഇനി അതുമല്ല നിങ്ങളൊരു ഡിപ്രഷൻ പോലെയുള്ള സിറ്റുവേഷൻസ് കടന്നു പോയിട്ടുള്ള ഒരാളാണെങ്കിൽ, സർട്ടൻ സീൻസ് നിങ്ങളെ ട്രിഗർ ചെയ്യാൻ ചാൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ സിനിമ തിയേറ്ററിൽ പോയി കാണണമെന്ന് ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. OTTയിൽ വരുമ്പോൾ നിങ്ങൾക്ക് കാണാം. ബിക്കോസ് അത്തരത്തിലുള്ള രംഗങ്ങൾ ഈ സിനിമയിലുണ്ട്. അത് തീർച്ചയായിട്ടും നിങ്ങളെ ട്രിഗർ ചെയ്യും. ഇനി ഇതൊന്നുമില്ല എന്ന് വിചാരിക്കുന്നവരെ പോലും വളരെയധികം അഫക്റ്റ് ചെയ്യുന്ന തരത്തിലാണ് ഈ സിനിമയിൽ അവർ അത് അവതരിപ്പിച്ചിട്ടുള്ളത്. ഇൻ എ വേ ഇറ്റ്സ് അമേസിങ്. പക്ഷേ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾക്കത് എങ്ങനെയെങ്കിലും അഫക്റ്റ് ചെയ്യപ്പെടുന്ന ചാൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തിയേറ്റർ വാച്ച് ഒഴിവാക്കാവുന്നതാണ്. ഇനി മാസ് മസാല ആക്ഷൻ സംഭവങ്ങളൊക്കെ പ്രതീക്ഷിച്ചാണ് നിങ്ങൾ ഇരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിൽ നിന്ന് അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും കിട്ടില്ല. ഇത് കുറച്ചൊരു ട്രൂ ടു ലൈഫാണ്. അങ്ങനെയുള്ളവർക്ക് ഈ സിനിമ ചിലപ്പോൾ ബോറിംഗ് ആയിരിക്കും, ഇഷ്ടപ്പെടാനും ചാൻസ് ഇല്ല. എനിക്ക് എടുത്തു പറയാൻ തോന്നുന്ന കാര്യം ഷാഹി കബീറിൻ്റെ തിരക്കഥയാണ്. കഥയെക്കുറിച്ച് ഞാൻ പ്രത്യേകിച്ചൊന്നും പറയാത്തത്, ഈ കഥ എന്ന് പറയുന്നത് ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ 2 പോലീസുകാരുടെ ജീവിതത്തിൽ നടക്കുന്ന സംഭവങ്ങളാണ് കാണിച്ചിട്ടുള്ളത്. 2 പോലീസുകാർ നൈറ്റ് പെട്രോളിങ്ങിന് ഇറങ്ങുന്നു. അപ്പോൾ അവർ കടന്നു പോകുന്ന സിറ്റുവേഷൻസ്, അവർ കാണുന്ന ആൾക്കാർ, അവർ എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യങ്ങൾ, ഇതൊക്കെയാണ് ഈ സിനിമയിലൂടെ പ്രധാനമായിട്ടും കാണിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സ്ക്രീൻ പ്ലേക്കാണ് അതിൻ്റെ സ്ട്രെങ്ത് വേണ്ടത്. ആ ഒരു കാര്യത്തിൽ അടിപൊളിയായിട്ട് അത് വർക്കായിട്ടുണ്ട്. ആൻഡ് ആ സ്ക്രീൻ പ്ലേനെ മനോഹരമായിട്ട് ഷാഹി കബീർ നമ്മുടെ മുമ്പിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അമേസിങ് വിഷ്വൽസ്, അമേസിങ് സൗണ്ട് ഇഫക്ട്സ്, അമേസിങ് മ്യൂസിക്. ചില സിറ്റുവേഷൻസിൽ ആംബിയൻ സൗണ്ട് കാര്യങ്ങളൊക്കെയാണ് ഈ സിനിമയിൽ വരുന്നത്. പക്ഷേ പല ഘട്ടങ്ങളിലും മ്യൂസിക് ഈ സിനിമയെ വല്ലാതെ എലവേറ്റ് ചെയ്യുന്നുണ്ട്. ഈവൻ നമ്മളെയും അത് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ എഡിറ്റിംഗ്, അതുപോലെ വിഷ്വൽ ഇഫക്ട്സ്, പ്രാക്ടിക്കൽ ഇഫക്ട്സ്, ഇതെല്ലാം ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് ഇവരെല്ലാവരും കൂടി ഈ സിനിമയെ വേറൊരു ലെവലിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. എനിക്ക് സിനിമയെക്കുറിച്ച് അതുകൊണ്ട് തന്നെ ഒരുപാട് പറയാനാണ് തോന്നുന്നത്. പക്ഷേ എനിക്ക് ഒന്നും നിങ്ങളോട് സ്പോയിൽ ചെയ്യാൻ തോന്നുന്നില്ല. നിങ്ങളത് എക്സ്പീരിയൻസ് ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. എങ്കിലും വലിയ സ്പോയിലർ ഇല്ലാത്ത കാര്യങ്ങൾ പറയാം. ട്രെയിലർ റിയാക്ഷൻ ചെയ്ത സമയത്ത് ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ സിനിമയിലെ നൈറ്റ് ഷോട്ട്സിനെ പറ്റി. അത് ശരിയാണ്. അത്രയും മനോഹരമായിട്ട് നൈറ്റ് ഷോട്ട്സ് അവർ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. നൈറ്റ് മാത്രമല്ല, ഡേ ടൈം ആണെങ്കിലും പല ആൾക്കാരുടെ ലൈഫ് കാണിക്കുന്നുണ്ട്. അവരുടെ ലൈഫ് വിഷ്വലൈസ് ചെയ്തിരിക്കുന്നതാണെങ്കിലും ബ്രില്യൻ്റ് ആയിട്ട് അത് നമ്മുടെ മുമ്പിലേക്ക് അവർ എത്തിച്ചിട്ടുണ്ട്. തിരക്കഥയുടെ ആ ഒരു മനോഹരമായ ഒഴുക്കും അതുപോലെ തന്നെ ടെക്നിക്കൽ ടീമിൻ്റെ ഒരു ഹാർഡ് വർക്കും കൊണ്ട് ഈ കഥാപാത്രങ്ങളെ നമ്മളിലേക്ക് മാക്സിമം കണക്ട് ചെയ്യാനായിട്ട് സിനിമയ്ക്ക് കഴിയുന്നുണ്ട്. അത് പറയുമ്പോൾ നമുക്ക് പെർഫോമൻസിലേക്ക് പോകാം. ആക്ച്വലി എനിക്കതാണ് ആദ്യം പറയാൻ തോന്നിയ കാര്യം. കാരണം അത്രയധികം നമ്മൾ കാണുന്നതും നമുക്ക് ഫസ്റ്റ് ഹാൻഡ് ക്യാച്ച് ചെയ്യുന്നതായിട്ടുള്ള കാര്യം റോഷൻ്റെയും അതുപോലെ തന്നെ ദിലീഷ് പോത്തൻ്റെയും പെർഫോമൻസ് ആണ്. എങ്ങനെ വർണ്ണിക്കണമെന്നറിയില്ല 2 പേരും. ട്രെയിലർ കണ്ടപ്പോൾ ഞാൻ കരുതി റോഷനായിരിക്കും ഏറ്റവും കൂടുതൽ ഓപ്പർച്യൂണിറ്റി ഉണ്ടാവുക എന്ന്. പക്ഷേ ദിലീഷ് പോത്തൻ എന്നെ അങ്ങ് ഞെട്ടിച്ചു കളഞ്ഞു. ഒരു മൈന്യൂട്ട് സംഭവങ്ങൾ, ഈവൻ റോഷൻ്റെ ഉണ്ടോ, റോഷൻ എങ്ങനെ അത് പറയും. അതായത് പല ഇമോഷൻസ് ഉണ്ട്. അവർ ചിരിക്കുന്ന രംഗങ്ങളുണ്ട്, അവർ സന്തോഷിക്കുന്നത്, സങ്കടപ്പെടുന്നത്, പേടിക്കുന്നത്, എല്ലാം അവർ ചെയ്തിരിക്കുന്നത് ഈവൻ ഔട്ട് ഓഫ് ഫോക്കസിലാണെങ്കിൽ പോലും അവർ ഡെലിവർ ചെയ്യുന്ന ഒരു പെർഫോമൻസ് ഉണ്ട്. റോഷനൊക്കെ പേടിക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട്. അത് അടിപൊളിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഒരു നോർമൽ ഹ്യൂമൻ എങ്ങനെ ബിഹേവ് ചെയ്യുമോ അതേപോലെ തന്നെയാണ്. അതിൽ റോഷൻ്റെ കഥാപാത്രം ഒരു യങ് പോലീസ് ഓഫീസറാണ്. ദിലീഷ് പോത്തൻ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു പോലീസ് ഓഫീസറാണ്. ഓഫ് കോഴ്സ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് പോലീസ് ആയാലും മാത്രമല്ല, ഏതൊരു ഡിപ്പാർട്ട്മെൻറ്റിലാണെങ്കിലും ഏതൊരു ജോബിലാണെങ്കിലും എന്തൊരു കാര്യത്തിലാണെങ്കിലും എക്സ്പീരിയൻസ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് നമുക്ക് പല സിറ്റുവേഷൻസിനെയും എങ്ങനെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനും അതിനെ മറികടക്കാനും കഴിയും. റോഷൻ ആണെങ്കിൽ പുതിയൊരു പോലീസ് ഓഫീസറാണ്. സോ അപ്പോൾ ആ ഒരു 2 പേരുടെയും ആ ഒരു ഡിഫറൻസും കാര്യങ്ങളും എല്ലാം ഇതിൽ വർക്കൗട്ട് ആയിട്ടുണ്ട്. ദിലീഷ് പോത്തനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. അദ്ദേഹത്തിൻ്റെ കരിയറിൽ അദ്ദേഹം ചെയ്തിട്ടുള്ള റോൾസിൽ എനിക്ക് തോന്നുന്നു ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന റോള് ഇതാണ്. അത് കൊണ്ടെത്തിച്ചിട്ടുള്ള ഒരു പെർഫെക്ഷൻ ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 2 പേർക്കും അവരുടേതായിട്ടുള്ള സ്റ്റോറീസ് ഉണ്ട്. അവർ കടന്നു പോകുന്ന സിറ്റുവേഷൻസിനുണ്ട്. ഈ സിറ്റുവേഷൻസിലൂടെ എല്ലാം അവർ നമ്മളെയും കൊണ്ടുപോകുന്നുണ്ട്. നമുക്ക് ഈ പറഞ്ഞ കഥാപാത്രങ്ങളുമായിട്ട് ഈസിലി കണക്ട് ചെയ്യാൻ പറ്റും. ഈ പറഞ്ഞ 2 പേര് മാത്രമല്ല, ഈ സിനിമയിലെ എല്ലാ കഥാപാത്രങ്ങളുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അവരുടെ ഉള്ളിലേക്ക് നമുക്ക് കാണാൻ പറ്റും. അത്ര മനോഹരമായിട്ട് അവർ ക്യാരക്ടേഴ്സിനെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, പോർട്രേ ചെയ്തിട്ടുണ്ട്. പലരുടെയും നോട്ടത്തിൽ പോലും നമുക്കത് ഫീൽ ചെയ്യും. ഇതിൽ അഭിനയിച്ചിട്ടുള്ള എല്ലാവരും എനിക്ക് ഒരാളെ
പോലും അഭിനയിച്ചത് മോശമായി പോയി എന്ന് പറയാൻ കഴിയില്ല. അത്രയും മനോഹരമായിട്ട് എല്ലാവരും ഇതിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. എനിക്ക് അരുണിൻ്റെ പെർഫോമൻസ് എടുത്തു പറയാൻ തോന്നുന്നുണ്ട്, ലക്ഷ്മി മേനോൻ്റെ പെർഫോമൻസ് എടുത്തു പറയാൻ തോന്നുന്നുണ്ട്. ഫസ്റ്റ് ടൈമാണ് എനിക്ക് ലക്ഷ്മി മേനോൻ സിനിമയിൽ കാണുന്നത്. പക്ഷേ പുള്ളിക്കാരി ഞാൻ വ്ളോഗ് കണ്ടപ്പോൾ എനിക്ക് അറിയാൻ പറ്റിയിട്ടുണ്ട് റിയൽ ലൈഫിലും ഒരുപാട് ട്രബിളിങ് ഉണ്ടായിട്ടുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ സിനിമയിൽ അവരതിനെ പോർട്രേ ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇതിൽ റോഷൻ്റെ വൈഫായിട്ട് അഭിനയിച്ചിരിക്കുന്ന ആക്ട്രസ്, അതുപോലെ തന്നെ ഇതിൽ നാട്ടുമ്പുറത്ത് കാണുന്ന കുറേ ആൾക്കാർ തുടങ്ങി ഈ സിനിമയിലെ എല്ലാവരും, വനിതാ പോലീസ് ഓഫീസേഴ്സ് എല്ലാവരും, എനിക്ക് അവരുടെ പേരങ്ങനെ എടുത്തു പറയാൻ പറ്റുന്നില്ല, പക്ഷേ നിങ്ങൾ മനസ്സിലാക്കണം എല്ലാവരും ഇതിൽ മനോഹരമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്നത് ഈ രണ്ടു പേരാണ്. സിനിമയെ തന്നെ ക്യാരി ചെയ്യുന്നത് ദിലീഷ് പോത്തനും റോഷനുമാണ്. സോ അവരുടെ പെർഫോമൻസ് തീർച്ചയായിട്ടും നമുക്ക് എടുത്തു പറയാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് പറയുന്നത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ശരിക്കും ഒരു ഹെവി ഒരു അവാർഡ് കിട്ടാൻ തക്ക പെർഫോമൻസ് ആണ് ഇവരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരുപാട് ആക്ടേഴ്സിന് അതിൽ പെർഫോം ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി എന്നുള്ളത് വളരെയധികം സന്തോഷമുള്ളൊരു കാര്യമാണ്. ആൻഡ് അവരത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ട്രെയിലർ കണ്ടപ്പോൾ ഞങ്ങൾ പ്രെഡിക്റ്റ് ചെയ്തതിനേക്കാളൊക്കെ ഒരുപാട് കൂടുതൽ ഈ സിനിമ കവർ ചെയ്യുന്നുണ്ട്, ഒരുപാട് വിഷയങ്ങൾ കവർ ചെയ്യുന്നുണ്ട്. ട്രെയിലറിൽ സിനിമയുടെ ഒരു 10-15% മാത്രമേ നമുക്ക് എന്തെങ്കിലും ഊഹിച്ചെടുക്കാൻ സാധിക്കുകയുള്ളൂ. അത്രയധികം കാര്യങ്ങൾ ഈ സിനിമ നമ്മളോട് ചർച്ച ചെയ്യുന്നുണ്ട്. സിനിമയിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ട്രിഗറിങ് ആയേക്കാവുന്ന സംഭവങ്ങൾ ഒരുപാടുണ്ട്. അത് ഈ പറഞ്ഞ ക്യാരക്ടേഴ്സിൻ്റെ ഡെവലപ്മെൻറ്റിനും അതുപോലെ തന്നെ അതുവഴി നമ്മൾക്ക് അവരോടുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിനും അതൊരു ആവശ്യമായിട്ടുള്ളൊരു ഘടകം തന്നെയായിരുന്നു. സിനിമ കവർ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തീർക്കാൻ പറ്റില്ല, അത്രയ്ക്കുണ്ട്. മെയിൻലി പോലീസ് ഓഫീസേഴ്സിൻ്റെ കാര്യങ്ങളാണ് കാണിച്ചു പോകുന്നത്. അവരുടെ ലൈഫ്, അവർ നേരിടുന്ന പ്രശ്നങ്ങൾ, അവർക്കിടയിലുള്ള പൊളിറ്റിക്സ് കാര്യങ്ങൾ, അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളെയും സിനിമ കവർ ചെയ്യുന്നുണ്ട്. ഡിപ്രഷൻ ആയാലും കാസ്റ്റ് പൊളിറ്റിക്സ് ആയാലും വൾണറബിൾ ആയിട്ടുള്ള ആൾക്കാരുടെ റിയാലിറ്റി ആയാലും ഈ സിനിമ കവർ ചെയ്യുന്ന വിഷയം ഒരുപാടാണ്. നമുക്ക് ഒരുപാട് ചിന്തിക്കാനും ചർച്ച ചെയ്യാനും പറ്റിയ ഒരുപാട് സംഭവങ്ങൾ ഈ സിനിമയിലുണ്ട്. ഈ സിനിമ എക്സ്പീരിയൻസ് ചെയ്യാനും അതുപോലെ എക്സ്പ്രസ് ചെയ്യാനും ഉള്ളതാണ്. വളരെ റെയറായിട്ട് മാത്രമേ സിനിമ കാണുമ്പോൾ എനിക്ക് കൈയടിക്കാനും അതുപോലെ ചിരിക്കാനും കരയാനൊക്കെ, അതും ഉള്ളിൽ നിന്ന് വന്നിട്ടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്, അത് തോന്നാറുള്ളൂ. ഈ സിനിമ എന്നെക്കൊണ്ട് ചിരിപ്പിച്ചു, കരയിപ്പിച്ചു, കൈയടിപ്പിച്ചു. സോ അത്തരത്തിലൊരു മൂവി എക്സ്പീരിയൻസ് ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ സിനിമ തിയേറ്ററിൽ പോയി തന്നെ കാണാവുന്നതാണ്. പിന്നെ ഒരു ബോണസ് ഉണ്ട്, ഒരു സിനിമാറ്റിക് യൂണിവേഴ്സിൻ്റെ സാധ്യത ഇവിടെയും നമുക്ക് കാണാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ സിനിമ ഇത് വളർന്ന് ഇത് സംസാരിക്കാൻ പോകുന്ന വിഷയങ്ങൾ ഒരുപാടുണ്ടാവും എന്ന് തന്നെയാണ് എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ. കൂടുതൽ സ്പോയിൽ ചെയ്യുന്നില്ല, നിങ്ങൾ സിനിമ കാണുക, അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് മനസ്സിലാവും. എനിക്ക് സിനിമ ഒരുപാട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് എന്താണ് ഒപ്പീനിയൻ എന്നുള്ളത് കമൻറ്റിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.